സ്വർഗത്തിലെ ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കാം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമുക്ക് ജീവനും ജീവിതവും എന്ന പരമ്പരയിൽ ഒരു വിഷയം കൂടി നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ഒക്കെ ദൈവം നമ്മളെ അതിനായിട്ട് വിളിച്ചു വരുത്തിയതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സർവസ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കാം. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മള് സൂമിൽ കണ്ടതുപോലെ തന്നെ വിദൂരങ്ങളിൽ ചേക്കേറുന്ന വിശ്വാസികളെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് നമുക്കറിയാം. ഇവിടെ ഈ ചേക്കേറുക എന്ന പദം അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഈ പക്ഷികളൊക്കെ കൂട്ടില് റെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ചേക്കേറുന്ന ഒരു പദമായിട്ടാണത് പൊതുവെ നമ്മൾ കാണുന്നത്. ഇതിന്ന് വിശ്വാസികൾ ചേക്കേറുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിമാനത്തിലൊക്കെ പറന്നുപോയി വിദേശത്ത് പോയി സെറ്റിൽ ആവുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. എന്തായാലും ക്ലാസ് കഴിയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏതായാലും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയത്തില് അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. ഈ വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന അനേക വിശ്വാസികളെ സഭയായിട്ടും വ്യക്തികളായിട്ടും എങ്ങനെയൊക്കെ സഹായിക്കാം എന്ന ചിന്ത എന്തുകൊണ്ടും നല്ലതാണ്. അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകം ഇന്നത്തെ മെസ്സേജ് പറയുന്ന മാത്യു തോമസ് സഹോദരനെ പ്രത്യേകം നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന് എല്ലാവിധ ദൈവകൃപയും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതിനു മുമ്പായിട്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവ് യേശുക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഈ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് അനുവാദം തന്ന സഹോദരന്മാർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അതിൻ്റെ ഒരുക്കത്തിൽ എന്നെ സഹായിച്ച മുതിർന്ന സഹോദരന്മാരുണ്ട്, വിദേശത്തുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കും ഞാൻ നന്ദിയുടെ ഒരു വാക്ക് പറയുകയാണ്. 10 കൽപ്പനകളുടെ ഒരു പഠനത്തിന് ശേഷം നാം വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. മാനുവൽ സഹോദരനെ വിഷയം എന്താണ്, ടൈറ്റിൽ എന്താണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു. വിദൂരങ്ങളിൽ ചേക്കേറുന്ന വിശ്വാസികളെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം എന്നുള്ളതാണ് വിഷയം എന്ന് നാം കേട്ടു. ഇപ്പൊ വിശ്വാസികളെ സഹായിക്കുക എന്നുള്ള ഒരു പ്രായോഗിക വിഷയമാണ്. അവര് വിദൂരങ്ങളിലുള്ളവരാണ് എന്ന് നാം കേട്ടു. എന്ന് പറയുമ്പോൾ കേരളത്തിലല്ല, ഭാരതത്തിൽ മറ്റെവിടെയും എന്നുള്ളതിനേക്കാൾ ഒരു പക്ഷേ അത് മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവ്വദേശം, അതും കടന്ന് യൂറോപ്പ്, അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. സഹോദരൻ ഈ ചേക്കേറുക എന്നുള്ളൊരു വാക്ക് ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചു. അതും എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷികൾ അല്ലെങ്കിൽ മനുഷ്യര്, ഇവരെ ഈ 2 കൂട്ടരെ ഉദ്ദേശിച്ചാണ് ചേക്കേറുക എന്നുള്ള വാക്ക് നാം കേൾക്കാറുള്ളത്. നമ്മളിൽ പലരും കാർഷിക പശ്ചാത്തലമായതുകൊണ്ട് നമുക്ക് ഈ വാക്ക് പരിചയമുണ്ട്. കൂടണയുക, വിശ്രമിക്കാനായിട്ട് ഒരു ഇടത്തെത്തുക, അവിടെ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ കൂടുതൽ നേരെ ഇരിക്കുക, സ്ഥിര താമസമാക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മറ്റൊരു വിധത്തിൽ കൃത്യതയോടുകൂടെ പറഞ്ഞാൽ വേറൊരർത്ഥം, കൂടുതൽ സുരക്ഷിതത്വം, സൗകര്യം, സുഖം, ആശ്വാസം ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ സ്ഥിര താമസമാക്കുക എന്നുള്ളൊരു അർത്ഥം ഇതിന് തീർച്ചയായിട്ടുമുണ്ട്. നാം ഈ വിഷയം പഠിക്കുമ്പോൾ വിദൂരങ്ങളിൽ ചേർക്കേറുന്ന വിശ്വാസികളെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കുകയും, രണ്ടാമതായിട്ട് ഈ വിദൂരങ്ങളിലേക്ക് ചേക്കേറുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ നമുക്ക് ഒരുക്കാം എന്നുള്ള ഒരു വിഷയം, അതുപോലെ വിദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് വിദൂരത്തെത്തി കഴിയുമ്പോൾ അവിടെയുള്ള അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നാം ചിന്തിക്കുന്നത്. നാം അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഓർക്കണം, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ഞാൻ പോകണമോ വേണ്ടയോ, അതെങ്ങനെ ഒരു തീരുമാനം ആ വിഷയത്തിൽ എടുക്കും?
സങ്കീർത്തനം 24:1 പറയുന്നത് ഈ ലോകം, ഈ ഭൂമി, അതിന്റെ മുഴുവൻ ഉടമസ്ഥൻ ദൈവമാണ് എന്നുള്ളതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും എല്ലാം ദൈവത്തിൻ്റെതാണ്, യഹോവയുടേതാണ് എന്ന് സങ്കീർത്തനം പറയുന്നു. ദൈവത്തിൻ്റെതാണ് ഈ സർവ്വഭൂമിയുമെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ, ദൈവം നിർമ്മിച്ച ഈ ഭൂമിയിൽ എവിടെ പോയി ജീവിക്കാനും ദൈവത്തിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യമില്ലേ, അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ദൈവം അതിന് നമുക്ക് അനുവാദം തീർച്ചയായിട്ടും തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ സംഘാടകരായിട്ടുള്ള മലബാറിലുള്ള, പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ കുടിയേറ്റം അല്ലെങ്കിൽ ചേക്കേറൽ അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതിനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഞാനും അതിന്റെ ഭാഗമായിരുന്ന ആളിൽ പെടുന്ന കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരാളാണ്. നമുക്കറിയാം, മധ്യ തിരുവിതാംകൂർ ദേശത്ത് നിന്ന് മലബാറിലേക്ക് വന്നിട്ടുള്ള ധാരാളം വിശ്വാസികൾ ഇന്ന് ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നാം ഇത് ലോകം മുഴുവൻ നമുക്കുള്ളതാണ്, എവിടെ പോയി വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം, താമസിക്കാം എന്ന് പറയുമ്പോൾ തന്നെ സങ്കീർത്തനം 37:3 നാം വായിക്കുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറയുന്ന ആ വാക്യം നമുക്കറിയാം. ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവിധം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തിൽ എവിടെയും നമുക്ക് പോകാം എന്നുള്ളത് ഒരു ഭാഗത്ത് പറയുമ്പോൾ, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാൻ പറയുമ്പോൾ, അതേസമയം തന്നെ പുറപ്പെട്ട് പോകുവാൻ, അത് ഫുൾ ടൈം വർക്കേഴ്സിനോടല്ല, എല്ലാ വിശ്വാസികളോടും ആ ആഹ്വാനം ചെയ്യുമ്പോൾ സകലരെയും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് അവിടെയുള്ള ആഹ്വാനം. ഉൽപ്പത്തി 12 അബ്രഹാമിനെ വിളിക്കുന്ന വിശേഷമായിട്ടുള്ള ഒരു വിളി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, ദേശം, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ ഒക്കെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്നാണ് അവിടെ പറയുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കവനന്റ് ഇൻവിറ്റേഷൻ ആണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിളിയാണ് അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെടുവാൻ ദൈവം എന്നെ അങ്ങനെ വിളിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലെ ധാരാളം ആളുകൾക്ക്, നമ്മുടെ മധ്യത്തിലും കേരളത്തിലും ഇന്ത്യയിലും വികസ്വര രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ആളുകൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലേക്ക്, വെസ്റ്റിലേക്ക് ഒക്കെ കുടിയേറി പാർത്തിട്ടുണ്ട്. മൈഗ്രേഷനുള്ള ഒരുപാട് നല്ല കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാമോ? ദൈവം ഇതിന് അവസരങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ ആളുകൾക്ക് ഒരുപാട് നന്മയുണ്ടാകണം എന്ന് വിചാരിച്ച് നമ്മളെ അങ്ങനെ അവർ കൈനീട്ടി സ്വീകരിക്കുകയാണോ എന്ന് നാം അല്പം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പോകുന്നത് ഓസ്ട്രേലിയ, UK ഒക്കെ ആണെന്ന് നമുക്കറിയാം. അത്ഭുതം തോന്നും നമുക്ക്. കേരളത്തിന്റെ ഏകദേശം 198 ഇരട്ടി ഭൂവിസ്തൃതിയുള്ള ഒരു ഭൂഖണ്ഡം തന്നെയാണ് ഓസ്ട്രേലിയ. എന്നാൽ അതേ സമയം തന്നെ കേരളത്തിലെ ജനസംഖ്യയുടെ 1 കോടിയോളം കുറവാണ് ഈ ഓസ്ട്രേലിയയിലുള്ളത്. അതുപോലെ UK കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, അവിടെയും തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, തമിഴ്നാടിനേക്കാളും ഏകദേശം 1.5 മടങ്ങ് ഭൂവിസ്തൃതിയുള്ള UK തമിഴ്നാടിനേക്കാൾ 1 കോടിയോളം ജനസംഖ്യ കുറവാണ്. അപ്പോൾ ഈ ജനസംഖ്യ ഈ 1 കോടിയോളം ഈ 2 സ്ഥലത്തും കുറവാണെന്ന് പറഞ്ഞപ്പോഴും അവിടെ അത്രയും പേര് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ മൈഗ്രേഷനിൽ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വരൂ, ഇവിടെ താമസിക്കൂ, നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും കിട്ടുന്ന, കൂടുതൽ ആശ്വാസം ലഭിക്കുന്ന, കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥിരതാമസമാക്കിക്കോളൂ, ഇങ്ങോട്ട് ചേക്കേറിക്കോളൂ, മൈഗ്രേറ്റ് ചെയ്തോളൂ എന്നവർ പറയുമ്പോൾ അതിന് പിന്നിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വലിയ മൂല്യശോഷണത്തിന്റെ ഭാഗമായിട്ട് ആ നാട്ടിൽ ഒരുപാട് ജനസംഖ്യ കുറഞ്ഞു, ആളുകൾ കുറഞ്ഞു, ജനസംഖ്യ ശോഷണം വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ മൈഗ്രേഷൻ ഇത്രയധികം എൻകറേജ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ കുടുംബമുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന് പറയുമ്പോൾ പടിഞ്ഞാറിന്റെ സംസ്കാരം, ഡെവലപ്ഡ് കൺട്രീസിന്റെ സംസ്കാരം മറ്റൊന്നായി. ഞാനും എനിക്കുള്ളതും എൻ്റെ സുഖങ്ങളും എന്നുള്ള നിലയിൽ മനുഷ്യൻ വളരെ സെൽഫിഷ് ആയതോടുകൂടെ, അല്ലെങ്കിൽ വിവാഹങ്ങൾ നടക്കുന്നില്ല, വിവാഹം വേണ്ട, വിവാഹം ഇല്ലാതെ ജീവിക്കാം, വിവാഹം കഴിച്ചാലും മക്കൾ വേണ്ട, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ മക്കൾ ഉണ്ടാകുന്നില്ല, കാരണം പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന
അങ്ങനെ വഷളത്വം നിറഞ്ഞ ഒരു മൂല്യശോഷണം സംഭവിച്ച, ഭൗതികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോയപ്പോഴാണ് അവിടെ മക്കളില്ലാതെ വന്ന്, ജനങ്ങളില്ലാതെ വന്ന്, അവിടുത്തെ അവിടുത്തെ ആവശ്യത്തിന്, അവിടുത്തെ മാൻ പവർ ആവശ്യത്തിന് കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് അവര് ഇതിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവിടുത്തെ മൂല്യശോഷണം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ചാൻസ് വന്നത്. എനിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം തോന്നിയത്, നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് നമ്മൾ വീടുകൾ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, അത് കുടുംബമാണോ, അവിടെ ഭാര്യയും ഭർത്താവും ഉണ്ടോ, മക്കളുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ UK-യിലെ ഒരു വീട്ടുടയവൻ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ആ ലാൻഡ്ലോഡിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കുടുംബമായിരിക്കരുത് എന്നുള്ളതായിരുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ, ശല്യവും, വീട് വൃത്തികേടാക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബമാകുമ്പോൾ ചെലവ് കൂടുതലുണ്ട്, വാടക കുറവായിരിക്കും. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന, ഭാര്യയും ഭർത്താവും അല്ല, അവര് പുരുഷനും പുരുഷനും, സ്ത്രീയും സ്ത്രീയും, അവർ ഒരുമിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ പ്രിഫർ ചെയ്യുകയാണ്. കാരണം മനസ്സിലായല്ലോ. അപ്പൊ അതുപോലുള്ളൊരു സംസ്കാരമായിട്ട് അവിടെ മാറിയപ്പോൾ അതിന്റെ അനന്തരഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു സാധ്യത വന്നത്. അപ്പോൾ ഞാൻ പോകണോ പോകണ്ടയോ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അറിയണം, 2025 ഏകദേശം 31 കോടി ആളുകളാണ് പ്രവാസികളായിട്ട് ലോകത്തിന്റെ പല വികസ്വര രാജ്യങ്ങളിൽ നിന്ന് ഈ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മാറിയിട്ടുള്ളത്. ഏജ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന നിലയിലാണ് സോഷ്യൽ സയന്റിസ്റ്റ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു, ലോകത്തിൽ ഏകദേശം 8%, ലോക ജനസംഖ്യയുടെ 8% ആളുകൾ നിരീശ്വരവാദികളോ അഗ്നേയവാദികളോ ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരു 8%, അതായത് ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവത്തെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. ഈ 16% എന്ന് പറയുന്നത് ഏകദേശം 140 കോടിയോളം ആളുകളുണ്ട്. ഈ 140 കോടിയോളം ആളുകൾ കൂടുതലായിട്ട് വസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ വികസിത രാജ്യങ്ങളിലാണ്. ഈ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ആളുകളുള്ളത്. അവർക്കെല്ലാം മെറ്റീരിയലിസമാണ്, ഭൗതികതയാണ്. ജീവിതം സന്തോഷകരമാക്കുക, സുഖകരമാക്കുക, എൻ്റെ സുഖം, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടം, ഇതാണ് മനുഷ്യന് വളരെ പ്രാധാന്യമുള്ളത്. അത്ഭുതപ്പെട്ടു പോകുന്ന 3500ഓളം ഗോസ്പൽ ഹോൾസ് എന്ന് പറയുന്ന സഭകൾ UK-യിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് ഏകദേശം 800-നും 1000-നും ഇടയ്ക്കിൽ മാത്രമായിട്ട് കുറഞ്ഞുപോയി. ഏകദേശം 10-15 പേരാണ് ആവറേജ് ഈ സഭകളിലൊക്കെ ഞായറാഴ്ച വരുന്നത്. അവിടെ തന്നെ വളരെ പ്രായം കൂടിയ ആളുകളാണുള്ളത്. ഞാൻ UK-യിൽ പോയ സമയത്ത് എൻ്റെ കുടുംബത്തോടൊപ്പം, മക്കളോടും കൊച്ചുമക്കളോടൊപ്പം പോയപ്പോൾ, ഒരു അപ്രതീക്ഷിതമായിട്ട് വേറൊരു വഴിക്ക് പോയപ്പോൾ അങ്ങനെ ഒരു ഗോസ്പൽ ഹാളിൽ പോകേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ 10 പേരുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകള്. അപ്പൊ അവിടെ ഇടയ്ക്ക് ഞങ്ങളെ കൊച്ചുമോള് അവിടെ കരഞ്ഞ സമയത്ത് എൻ്റെ മകള് കുട്ടീനെ എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് പോയപ്പോ അവര് തടഞ്ഞു. അവിടെ അനൗൺസ് ചെയ്തു, ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുതേ, ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഈ ഹോളിനകത്ത് കേട്ടിട്ട് ആ കുട്ടി ഇവിടെ ഇരുന്ന് കരയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ഥലത്തേക്കാണ് നാം പോകുന്നത് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം, പുതിയ തലമുറക്കാർ മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെ നാം നമ്മുടെ ആളുകളെ സജ്ജരാക്കാം എന്ന് പറയുന്നതിന് മുൻപ് നാം ഒരു കാര്യം കൂടി വേഗത്തിൽ ഓർക്കണം. ഒരു കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബ്രെയിൻ ഡ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളെ ഈ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവർക്ക് ഏറ്റവും നല്ല ഉദ്യോഗം കൊടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഈ ഏറ്റവും ബുദ്ധിയുള്ള, ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ആളുകളെ മറ്റ് രാജ്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളുടെ സേവനം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ തന്നെ പറയും, ചിലരൊക്കെ പറയും ഞങ്ങൾ ഇവിടെ ജനിക്കേണ്ടിയവരല്ല എന്ന്. പക്ഷെ ഇന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. ഇന്ന് മൈഗ്രേഷന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർ ശ്രമിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് പ്രമുഖമായിട്ടുള്ള സീറോ മലബാർ പോലുള്ള സഭകൾ ഈ മൈഗ്രേഷനെ ഡിസ്കറേജ് ചെയ്യുന്ന നിലയിൽ അവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ നല്ല ജോലി ഒരുക്കി കൊടുക്കുകയും, കേരള അതുപോലെ തന്നെ സംസ്ഥാന അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളുടെ കീഴിലുള്ള നല്ല ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ മാറി വരികയാണ്. അപ്പോൾ ഇതിനെന്താണ് കാരണം എന്നുകൂടെ നാം ചിന്തിക്കണം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോകുമ്പോൾ നാം സജ്ജരാകണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ഈ വിഷയം വളരെ പ്രസക്തിയുള്ളതാണോ എന്ന് നാം സംശയിക്കണം.
ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നാം സംശയിക്കണം. ഞാൻ പലരോടും, ഈ വിദേശത്തുള്ളവരോടും ഇവിടെയുള്ളവരോടും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും നല്ല വെളിച്ചം തരുന്ന രണ്ട് ബൈബിൾ കഥാപാത്രങ്ങൾ ദാനിയേലും അതുപോലെ യോസെഫുമാണ് എന്ന് എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടു. ദാനിയേലിനെയും കൂട്ടുകാരെയും നാം ശ്രദ്ധിക്കുമ്പോൾ, യോസെഫിനെ ശ്രദ്ധിക്കുമ്പോൾ നോക്കൂ, ഈ ദാനിയേല് എങ്ങനെയാണ് ഈ പ്രവാസത്തിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ അപ്രതീക്ഷിതമായിട്ട് പിടിച്ചുകൊണ്ടു പോയതാണ്. യോസെഫിനെയും അങ്ങനെ തന്നെ കൊണ്ടുപോയതാണ്. അവര് ആ ദേശത്ത് ചെന്നപ്പോൾ അവര് യാതൊരു വിധത്തിലും മനസ്സിലാക്കിയ സത്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാതെ അവിടെ നിൽക്കാൻ അവർക്ക് സാധിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവരെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ആരും സജ്ജരാക്കിയില്ല. പക്ഷെ അവരതിന് തയ്യാറായിരുന്നു. അവരെ ആരും ഒരുക്കി അയച്ചതല്ല. അപ്പോൾ ഭക്തരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ മാതാപിതാക്കൾ, ആ വിശ്വാസ സമൂഹം എന്നും അവരെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തക്കവിധം സജ്ജരാക്കി വിട്ടിരുന്നു എന്നുള്ള കാര്യം, ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യം നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രാഹാം പോയി, സാറ പോയി, ഹാഗാർ, യാക്കോബ്, ഇസ്രയേൽ മക്കള്, രൂത്ത്, ഇവരൊക്കെ പ്രവാസികളായിരുന്നു. നമുക്കറിയാം എത്രയോ പ്രവാചകന്മാര്, അതുപോലെ തന്നെ ഇസ്രയേൽ മക്കള്, അതുപോലെ തന്നെ നമുക്കറിയാം പ്രവാസികളായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ, ഇവർക്കൊക്കെ പ്രവാസം അനുഭവിക്കേണ്ടി വന്നു. പൗലോസ്, എന്തിന്, കർത്താവായ യേശുക്രിസ്തു പോലും ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു വലിയ ദൗത്യവുമായിട്ട് താൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ദൈവം അയച്ചതോ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിജയകരമായി പ്രവാസത്തിലേക്ക് പോയ ആളുകളെയൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഒരു സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. അവർ ഭക്തരായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവർക്ക് ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, അവർക്ക് പരിജ്ഞാനമുണ്ടായിരുന്നു, അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു വിശുദ്ധ ആഗ്രഹമായിട്ടാണ് അവരുടെ ഈ പ്രവാസം ഇരുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിതൊരു വിശുദ്ധ ആഗ്രഹമായിട്ട്, നിങ്ങൾ വചനവും അറിവും ഒരുക്കങ്ങളും പ്രാർത്ഥനയും എല്ലാം ചേർന്ന് നിങ്ങളുടെ ആഗ്രഹവും തീരുമാനത്തിനും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അടിത്തറയുണ്ടോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്തിലേക്ക് ചേക്കേറുക എന്ന് പറയുന്ന ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ ഒരു കൽപ്പനയായിട്ടോ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നില്ല. പക്ഷെ ഒന്ന് നാം ഓർക്കണം, ഒരു വിശ്വസ്ത ശേഷിപ്പ് എന്ന് പറയുന്നത് അത് പോകുന്നവർ ചെല്ലുന്ന ആ ദേശത്ത് ആയാലും വിശ്വസ്തയോടെ നിന്നാൽ, അതുപോലെ അവർ ആയിരിക്കുന്ന ആ ദേശത്ത് അവർ വിശ്വസ്തയോടുകൂടി നിന്നാലും ആ ശേഷിപ്പ്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അവരാണ് ദൈവത്തിന്റെ സഭയായിട്ട് എല്ലാ കാലത്തും നിൽക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നത്, മറ്റൊരു ദേശത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് പോകുന്നതിലുള്ള നിങ്ങളുടെ ഇന്റൻഷൻ? ഇന്ന് നിങ്ങൾക്കറിയാം, ഇത് പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, എന്താണ് ജോലി, എവിടെയാണ് വീട്, അല്ലെങ്കിൽ ആരാണ്, എന്താണ് നിങ്ങളെ വീട്ടുപേര്, എന്നാ ഒക്കും എന്നൊക്കെ ചോദിക്കുമായിരുന്നു. തൊഴിലിനെ പറ്റി ചോദിക്കുമായിരുന്നു. ഇന്നത് മാറി മക്കൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന നിലയിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രതീകമായിട്ട് മാറുകയാണത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത്? കുറച്ചുകൂടെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതോ സാമ്പത്തികമായിട്ടുള്ള ലാഭമാണോ? അതോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണോ? ഓരോ വ്യക്തിക്കും അറിയാം എന്താണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് സൗകര്യം. ആ സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തെ ഉപേക്ഷിക്കാനാണോ? ഇവിടെയുള്ള നിങ്ങളുടെ വിശ്വാസ ബോധ്യങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി ഒരു ക്രിസ്ത്യൻ ബിബ്ലിക്കൽ ആ ജീവിത ശൈലിയേക്കാൾ പാശ്ചാത്യ ആ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള, ആരെയും ചോദ്യം ചെയ്യാത്ത ആ ഒരു ശൈലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണോ? പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ഇവിടെ നിന്ന് ഒരു വിദൂര ദേശത്തേക്ക് പോയാൽ എൻ്റെ വിശ്വാസം, എൻ്റെ ആത്മീയത അത് കൂടുതൽ ശക്തി പ്രാപിക്കുമോ? ഈ പോക്ക് എനിക്ക് നല്ലതിനാണോ?
ഇത് ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് അവർ ഉത്തരം പറയേണ്ട ചോദ്യമാണ്. എനിക്ക് കൂടുതൽ നല്ല കൂട്ടായ്മയും ആത്മീയ വളർച്ചയും ഈ പോക്കിലൂടെ എനിക്ക് ലഭിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഈ പുതിയ ദേശത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഒരു സാമ്പത്തിക അഭയാർത്ഥിയായിട്ട് തീരുമോ, അതോ ഞാൻ കർത്താവിന്റെ സ്ഥാനാപതിയായിട്ട് അവിടെ നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പാശ്ചാത്യ നാട്ടിലെ 10-25 വർഷമായിട്ട് അവിടെയുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പല ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീട്ടിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ ആ പയ്യൻ അങ്ങനെ മടിയനായിട്ട്, വലിയ വീട്ടിലെ ആളാണ്, അവിടെ വന്നിട്ട് അവൻ അങ്ങനെ സ്വാതന്ത്ര്യവും സുഖവും അനുഭവിച്ച് അങ്ങനെ ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവിടെയുള്ള കിയോസ്കുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്ന ചില ബൂത്തുകളുണ്ട്, അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന ഒരാളെ കണ്ടു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ കൂടുതൽ സമ്പാദിക്കാം എന്നുള്ളൊരു താല്പര്യത്തിലാണോ പോകുന്നത്, അതോ നിങ്ങളുടെ ലക്ഷ്യം മറ്റെന്തെങ്കിലും ആണോ? ഈ ലോകത്തിന് എനിക്ക് വെളിച്ചമാകണം, ഭൂമിക്ക് ഉപ്പാകണം, അവിടെ ഒരു സഭ രൂപപ്പെടണം, അല്ലെങ്കിൽ ഒരു ആഗോള സഭയുടെ ഭാഗമായിട്ട് എനിക്ക് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാനൊരു മിഷണറി ഡോക്ടറായിട്ട്, മിഷണറി നേഴ്സായിട്ട്, മിഷണറി ടീച്ചറായിട്ട്, ഞാൻ ഒരു മിഷണറി, എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഒരു വലിയൊരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായിട്ട് ഞാൻ പോകുന്നു എന്നുള്ള നിലയിൽ പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും പറയുവാൻ ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ പോകുമ്പോൾ എൻ്റെ ഭവനത്തിൽ അവിടെ എനിക്ക് ആളുകളെ സ്വീകരിക്കാൻ സാധിക്കണം. ഞാൻ ചെല്ലുന്ന ദേശത്ത് അവിടെ ഒരു സഭ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം, സർവ്വലോകവും നേടിയാലും അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് സാധിക്കുക. എനിക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും? കർത്താവിനോടുള്ള വിശ്വസ്തത ഏത് നിലയിൽ എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആ യാത്രയെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. യോസെഫ് മിസ്രൈമിൽ പോയത് നമുക്കറിയാം, ദാനിയേൽ ബാബിലോണിൽ പോയത് നമുക്കറിയാം, എസ്തേർ പേർഷ്യയിൽ പോയത് നമുക്കറിയാം. പുതിയ നിയമ ആദ്യകാല വിശ്വാസികൾ അവര് ചിതറപ്പെട്ടത് നമുക്കറിയാം. പക്ഷെ അവരെല്ലാവരും അവർ ചെന്ന ദേശത്ത് ആ ഭാഷ പഠിച്ചു, അവിടെ ജോലി ചെയ്തു, അവിടെ ഒരു വിശ്വസ്തരായിട്ട് ആ ദേശത്തിലെ നിയമങ്ങൾ അനുസരിച്ചു, ആ രാജ്യത്തിന് അവർ സംഭാവനകൾ ചെയ്തു. എന്നാൽ അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ചില വിഷയങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. ദൈവത്തെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളാണ്. അവരതിനെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ, എന്നാൽ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോയി. വിശ്വാസ സമൂഹം ഒരുമിച്ച് നിൽക്കുവാൻ അവർ എന്നും ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ജോഗ്രഫി അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ കൊച്ചിയിലാണോ, മാനന്തവാടിയിലാണോ, ദുബായിലാണോ, ന്യൂയോർക്കിലാണോ, നിങ്ങൾ ജപ്പാനിലാണോ, സിഡ്നിയിലാണോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആ വിശ്വസ്തതയിൽ നിങ്ങൾ തെറ്റാറുണ്ടോ എന്നുള്ളതാണ്. 1 തിമോത്തിയോസ് 5:8 നാം വായിക്കുന്നു, തനിക്കുള്ളവർക്ക് പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിത്തീരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നതിന്റെ ഒരു കാരണം ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം, കടം വീട്ടണം എന്നുള്ളതായിരിക്കാം, ഇവിടെ ജോലി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം, നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടി നിങ്ങൾ പോകുന്നു എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി നിങ്ങൾക്ക് ഈ ദേശത്ത് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മറ്റൊരു ദേശത്ത് പോകണം എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉള്ളതായിരിക്കാം. ആവട്ടെ, നിങ്ങൾ എവിടെ പോയാലും നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങൾ ചെല്ലുന്ന സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല, ആ സമൂഹത്തോട് പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരുക എന്നുള്ളതല്ല, എന്നാൽ ആ സമൂഹത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അതിന് ശക്തമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. നാം ചിന്തിക്കുമ്പോൾ ഇതിലെ ബൈബിളിൽ നിന്ന് കാണുന്ന ഒരു കാര്യം പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകത്തില് നമുക്ക് നവോമി എലിമേലേക്ക് അവരുടെ ദേശത്ത് നിന്ന് പോയി. അത് ആ പോക്ക് നല്ലതായിരുന്നോ, അല്ലെങ്കിൽ അത് ദൈവഹിതമല്ലായിരുന്നോ? അപ്പത്തിന്റെ വീട് ആണ് ബത്ലഹേം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ക്ഷാമത്തിന്റെ പേരില് അവര് ജാതീയ സ്ഥലത്തേക്ക് പോകുന്നു. എലീമേലേക്ക് മരിക്കുന്നു, 2 ആൺമക്കൾ മരിക്കുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് അവര് ജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു.
ഭർത്താവും ആൺമക്കളും നഷ്ടപ്പെട്ട് അവസാനം ഒഴിഞ്ഞവളായി മാറയായി നവോമി തിരിച്ചു വരുന്നു. ദൈവത്തിന്റെ ന്യായവിധിയാണോ ഇത്? എലീമേലേക്ക് നവോമി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്ത സ്ഥലം, ദൈവം കൊടുത്ത സ്ഥലം, അവിടെ അതിനേക്കാൾ നല്ല സ്ഥലം എവിടെയുണ്ട്? മൊവാബ് എന്ന് പറയുന്ന ശത്രുവാണ്, മാറ്റി നിർത്തേണ്ട അറയ്ക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എന്തിനു പോയി? ആ ചോദ്യം ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ബൈബിൾ ഒരിക്കലും പറയുന്നില്ല എലീമേലേക്ക് ചെയ്തത് തെറ്റാണെന്നോ, എലീമേലേക്കിന് വന്ന ന്യായവിധി താൻ അവിടുന്ന് പോയത് കൊണ്ടാണോ എന്നോ പറയുന്നില്ല. എന്നാൽ നാം നോക്കുമ്പോൾ ഒരു പക്ഷേ ചില ആൾ പറയും, താൽക്കാലികമായിട്ടല്ലേ പോയത്, മടങ്ങി വന്നില്ലേ? തിരിച്ചു വന്നപ്പോൾ രൂത്ത് എന്നൊരാൾ ഉണ്ടായിരുന്നില്ലേ? രൂത്തിന് നേടാൻ സാധിച്ചില്ലേ? അപ്പോൾ ഈ മറ്റൊരു സമൂഹത്തിലേക്ക് പോയി അതിനോട് താതാത്മ്യപ്പെട്ട് അവിടെ കൂടുകയല്ല, മടങ്ങി വന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പത്തിന്റെ നാട്ടില് അവിടുന്ന് അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് പോകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യവുമുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളതല്ല. പക്ഷേ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, നവോമി തിരിച്ചു വരുമ്പോൾ ജാതീയ സംസ്കാരത്തിലുള്ള രൂത്തിനെ സ്വന്തം വിശ്വാസത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, സത്യദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, സത്യദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് തീർക്കുവാനായിട്ട് നവോമിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏതിനാണ് സാധ്യതയുള്ളത്? ഞാൻ ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ, മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കുക? ഒരു വികസിത രാജ്യത്തിൽ പോയ നമ്മുടെ ഒരു സഹോദരനോട് പറഞ്ഞിരുന്നത്, അവിടെയുള്ള പല സഭകൾ എന്ന് പറയുന്നത് അവിടെ മോഡേൺ ക്രിസ്ത്യാനിറ്റിയാണ്, ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല എന്ന് പറയുന്നു. ആത്മീകമായിട്ട് ക്ഷീണമുള്ള ആളുകൾ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആ സഹോദരൻ എന്നെ ഓർപ്പിച്ചു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കറപ്ഷൻ, അതുപോലെ ധാർമ്മികത, മൊറാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അസ്വസ്ഥതകൾ ആ ദേശത്ത് ഉണ്ട്. അപ്പോൾ ഒരു എളിയ സഹോദരൻ, ബലഹീന സഹോദരൻ പെട്ടെന്ന് പരാജയപ്പെടാനുള്ള വലിയ സാധ്യത ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്ന് സഹോദരൻ പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങൾ അവിവാഹിതനാണ് എങ്കിൽ വലിയ ഒരു പോരാട്ടത്തിന് തയ്യാറായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസത്തിൽ ഉറച്ച് സ്ട്രോങ് ആയിട്ടാണ് പോകേണ്ടത് എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഇവിടെയുള്ള പല ഏജൻസികളും തരുന്ന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏത് രാജ്യത്ത് നമുക്ക് പോകാം, ജോലി ചെയ്യാം, പക്ഷെ ഈ ഒരു വലിയ അറിവും ഓർമ്മയും നമുക്ക് വേണം. നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ളതായ കാര്യം എബ്രായ ലേഖനം 11:13 വിശ്വാസ വീരന്മാരെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവര് പരദേശികളായിട്ടാണ് അവര് ഈ ലോകത്തിൽ ജീവിച്ച്, ആ ബോധ്യത്തോടു കൂടിയാണ് അവര് ജീവിച്ച് മരിച്ചു പോയത്. നമുക്ക് യോസെഫിന്റെ ചരിത്രം നമുക്കറിയാം. ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ അയച്ചതാകുന്നു എന്നുള്ള അറിവോടുകൂടിയാണ് ആ വിദൂര ദേശത്ത് യോസെഫ് പ്രവർത്തിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 8:4 ചിതറിപ്പോയവർ വചനം പ്രസംഗിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയും, അതുപോലെ വിദേശ രാജ്യങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക സമ്മർദ്ദവും വളരെ ശക്തമാണ് എന്നുള്ള തിരിച്ചറിവ് വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പോയി രക്ഷപ്പെടുക, ഇവിടെ നിന്നാൽ നന്നാവില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകാം. എന്നാൽ നമുക്ക് ഒരു കാര്യം ഓർക്കണം, ഏകദേശം 400 മുതൽ 700 വർഷം കൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത്. എന്നാൽ 40 മുതൽ 70 വരെ വർഷം മതി അങ്ങനെ രൂപപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകാനായിട്ട്. തലമുറകളായി അവര് മാന്യന്മാരാണ്, അവര് ഭക്തരാണ്, അവര് നല്ല ആളുകളാണ്, സത്യസന്ധരാണ്, ദൈവഭക്തരാണ് എന്നൊക്കെ ഉള്ള ഒരു ടൈറ്റില് അതിനെന്തോ ഇന്ന് സ്വീകാര്യത കുറഞ്ഞുപോയി എന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കരുതെങ്കിലും പണ്ടൊക്കെ പറയുമായിരുന്നു തറവാടികളാണ് എന്ന് പറയുമായിരുന്നു. അതിനോട് നമുക്ക് യോജിപ്പ് വേണ്ട. എന്നാൽ ഇവർ തലമുറകളായി, നൂറ്റാണ്ടുകളായിട്ട് ദൈവഭക്തരാണ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടുകൂടെ? മറിച്ച് ഇന്നത്തെ ലോകം എന്താണ് പറയുന്നത്? ആ ഇൻഡിവിജ്വലാണ്, അവൻ മിടുക്കനായി, അവൻ പോയി, അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. അപ്പോ ഒറ്റയ്ക്കുള്ള ജയത്തിന്, ഒറ്റയ്ക്കുള്ള വിജയത്തിന് ഈ ലോകം വലിയ കയ്യടി കൊടുക്കുന്നു. നമ്മുടെ സമൂഹത്തോട് നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്. വിദേശത്ത് നമുക്ക് പോകാം, നമുക്ക് സമ്പാദിക്കാം,
നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളെ അയക്കേണ്ടത്, അവരെ എങ്ങനെയാണ് സജ്ജരാക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് നാം വരികയാണ്. ഒരുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. ചിലപ്പോൾ ബാങ്ക് ലോൺ എടുത്തിട്ടായിരിക്കും അവരുടെ വിദ്യാഭ്യാസം തന്നെ കഴിയുന്നത്. അതിനുശേഷം ചിലപ്പോൾ വീണ്ടും ബാങ്ക് ലോൺ എടുത്തിട്ടായിരിക്കും അവരെ വിദേശത്തേക്ക് അയക്കുന്നത്. അത് മതിയായോ, അത് മതിയായ ഒരുക്കമാണോ എന്നുള്ളത് നാം ചോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പോരാ എന്നുള്ളതാണ്. നാം മനസ്സിലാക്കി ദൈവത്തെ അവർക്ക് കൊടുക്കുക, ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത അവർക്ക് അഭ്യസിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യം. പറയുമ്പോൾ നമ്മൾ പറയും നല്ല ശീലങ്ങള്, നല്ല നിലപാടുകള്, നല്ല ലോകവീക്ഷണം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ അതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് ഉത്തരം പറയുക, എന്താണ് ശരിയായ ഡോക്ട്രിൻസ്, സത്യവചനങ്ങൾ എന്നുള്ളത് പറയുക. ചതിക്കുഴികളെ കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക, പ്രലോഭനങ്ങളെ കുറിച്ച് പറയുക. അവിടെ ചെല്ലുമ്പോൾ ഏകാന്തതയുണ്ടാവാം, പരീക്ഷയുണ്ടാകാം, ഭൗതികതയുടെ വലിയ സമ്മർദ്ദം ഉണ്ടാകാം, സഭയില്ലാത്ത ഇടത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിനൊക്കെ ചുരുക്കമായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ക്വയറ്റം എടുക്കാനും പ്രാർത്ഥിക്കാനും ക്യാമ്പിന് വിടാനും അതുപോലെ ബൈബിൾ സ്റ്റഡിക്കും എല്ലാം നമ്മൾ ഉത്സാഹിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അത്രയും ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ മക്കൾ ഈ വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി പോകുമായിരുന്നുവെങ്കിൽ ആ ഒരുക്കം നമ്മളിൽ ആരാണ് ചെയ്യാത്തത്? എന്നാൽ നാം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുള്ള ഒരുക്കം അല്പം കൂടെ പ്രയാസമുള്ളതാണ്, ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ആ കാര്യം ഞാൻ ചുരുക്കമായിട്ട് പറയുവാനായിട്ട് ശ്രമിക്കട്ടെ. നാം നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ധാരാളം അറിവ് കൊടുക്കുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ദൈവത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ബന്ധവും അനുഭവവും, അതുപോലെ ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആസ്വാദികരമായിട്ടുള്ള ഒരു അനുഭവവും നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പങ്കിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം ആസ്വദിക്കുന്നവരാണോ നമ്മുടെ മക്കൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഈ വായിക്കുന്നത് ജീവിതത്തിൽ സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചാൽ ദൈവം ഒരു പ്രയോജനമുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ നിന്നെ നന്നായിട്ട് ജീവിക്കുവാൻ, തെറ്റില്ലാതെ ജീവിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്നെ സൂക്ഷിക്കുന്ന, നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, നിനക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന അങ്ങനെ ഗുണമുള്ള ഒരു ദൈവം എന്നുള്ളതിനേക്കാൾ ഈ ദൈവത്തിന് വലിയ ഭംഗിയുണ്ട്. ഈ ദൈവം മനോഹരനായിട്ടുള്ള ദൈവമാണ്. ഈ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അതുല്യമാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമാണ്, അത്യുന്നതമാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അതിന്റെ ആഴം എന്താണ്, ഈ ദൈവത്തിന്റെ മഹത്വം എന്താണ്, ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുദിന സാഹചര്യങ്ങൾ കൂടെ നമുക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രിയ ജോയ് ഡേവിഡ് സാർ ഒരിക്കലും പറഞ്ഞിരുന്നു, സാറിന്റെ ഒരു സ്നേഹിതൻ ഒരു മാർക്സിസ്റ്റുകാരനാണ്, മക്കളെ എല്ലാവരെയും നല്ല മാർക്സിസ്റ്റുകാരാക്കി. എങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും വരുമ്പോഴും ഒരു മാർക്സിയൻ കോണിൽ അതിനെ വിശദീകരിച്ച് അങ്ങനെ ഒരു വേൾഡ് വ്യൂ ഉണ്ടാക്കി, എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്കും ഒരു മാർക്സിയൻ വ്യാഖ്യാനം കൊടുത്ത് ബോധ്യപ്പെടുത്തി അവർക്ക് വലിയ കൺവിക്ഷൻ കൊടുത്ത് അവരെ ശക്തരായിട്ടുള്ള മാർക്സിസ്റ്റുകാരാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നാം കർത്താവ് യേശുക്രിസ്തുവിനെ നല്ലവനാണ്, ഗുണമുള്ളവനാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ യേശുക്രിസ്തുവിന്റെ ആ ഒരു വലിയ സ്നേഹത്തിന്റെ ആ ഒരു ആലിംഗനം, ഒരു പിടുത്തം, ഒരു അടുപ്പം, ഒരു ബന്ധം നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു മാർക്സിസ്റ്റുകാരന് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശ്വാസിക്ക് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന എത്രയോ യുവാക്കൾ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകുന്നു. അതിനെന്ത് വ്യാഖ്യാനം മാർക്സിസ്റ്റുകാരന് കൊടുക്കാൻ സാധിക്കും? നമുക്ക് എല്ലാ കാര്യത്തിനും കൊടുക്കാൻ സാധിക്കില്ലേ? എന്തുകൊണ്ട് ഈ ലോകത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങള്, ദുരന്തങ്ങള്, രോഗമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു? എന്തുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു? ഇത് പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പാപമാണ്. നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുമല്ലോ. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ ദൈവത്തെ അവർക്ക് ഇഷ്ടപ്പെടാൻ തക്കവിധം, നല്ല ദൈവമാണ്, ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ആകർഷിക്കപ്പെടുവാൻ തക്കവിധം നമ്മൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സുവിശേഷം ശക്തമായി ആവർത്തിച്ച് പറയുക, പാപത്തെക്കുറിച്ച് പറയുക. നാം ഒരു ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ അതിലെ വാർത്തകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് പറയുക.
പിതാവിന്റെ ജീവിതത്തിലെ പരാജയം കാണിച്ചുകൊണ്ട് സുവിശേഷം കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, എനിക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുക. ഓരോ ഓരോ കാര്യം വഴി, കുടുംബത്തിലെ കാര്യം, നമുക്ക് ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ നീതി, യേശുക്രിസ്തു എനിക്ക് വേണ്ടി പകരമായിട്ട് മരിച്ചു, എന്നെ ദത്തെടുത്തു. അപ്പോൾ ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ തീരുകയല്ല, അത് ഒരു ക്രിസ്തീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മക്കൾക്ക് കൈമാറാൻ സാധിച്ചാൽ അത് എത്ര വലിയ കാര്യമാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ, നമ്മളത് പറഞ്ഞു, നല്ല ആത്മീയ ശീലങ്ങൾ കൊടുക്കുക. ഈ ശീലം നമുക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? നമ്മൾ കുറെ ശീലങ്ങള്, ഇതാണ് നല്ലത് ഇതാണ് നല്ലത് എന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ എഴുതി കൊടുത്താൽ അത് വരുമോ? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം യാത്ര ചെയ്യുക, സ്വിമ്മിങ്ങിന് പോവുക, സൈക്ലിങ്ങിന് പോവുക, പന്ത് കളിക്കാൻ പോവുക, പാർക്കിൽ പോവുക, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പതിവായി ചെയ്ത് ഈ കുട്ടിക്ക് ഒരു ബോധ്യം വരികയാണ്, എൻ്റെ പിതാവ് ചെയ്യുന്നത്, എൻ്റെ പിതാവ് ആവശ്യപ്പെടുന്നത് നല്ല കാര്യങ്ങളാണ്. അതൊരു ചെറിയ പ്രായത്തിലായിരിക്കും ഒരുപക്ഷെ സാധിക്കുക. അങ്ങനെ ഈ കുഞ്ഞിനോട് കൂടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, അത് എഴുതിയെടുക്കാൻ, ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ തക്കവിധം കുടുംബമായി പിതാവും മാതാവും ഒക്കെ ഈ കുട്ടിയോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മ കുഞ്ഞ് അനുഭവിക്കുകയാണ്. അങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ തീർച്ചയായിട്ടും അവര് സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിരിക്കും. 139 സങ്കീർത്തനം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ദൈവം സർവ്വജ്ഞാനിയായിട്ടുള്ള ദൈവമാണ്, അവിടുന്ന് എല്ലാം അറിയുന്നു. നമ്മുടെ ദൈവം സർവ്വ സാന്നിധ്യമുള്ളവനാണ്, അവിടുന്ന് സർവശക്തനാണ്, ന്യായകർത്താവാണ്. ഈ ദൈവത്തെ മറച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആർക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ ഈ ദൈവത്തിന് എന്നെ മനസ്സിലാവും, ആർക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദൈവത്തിന് സഹായിക്കാൻ പറ്റുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ദൈവത്തെ മറഞ്ഞ് എനിക്ക് എവിടെയും പോയി നിൽക്കാൻ സാധിക്കില്ല. ദൈവം അറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. ഈ ദൈവം സർവശക്തനാണ്, ഭയപ്പെടുവാൻ യോഗ്യനാണ്. അതുകൊണ്ട് വിശ്വസ്തത പാലിച്ച് ഈ ദൈവത്തോടൊപ്പം നടക്കണമെന്ന് പറഞ്ഞ് ഈ ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ, ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സർവശക്തനും സർവജ്ഞാനിയും സർവ സാന്നിധ്യവുമുള്ളവനായിട്ടുള്ള ദൈവമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ മക്കളുടെ മുൻപാകെ മാതാപിതാക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അത് നമ്മുടെ മക്കൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ മക്കളെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് നമ്മളാലാവുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ നമ്മുടെ മക്കൾ ശക്തരായി തീരും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു പിതാവ്, ഒരു ഭക്തനായിട്ടുള്ള വിശ്വാസി കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വെള്ളം കുടിക്കുമ്പോഴും, ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, ഏത് ജോലി ചെയ്യുമ്പോഴും, കിടക്കാൻ പോകുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും എല്ലാം കർത്താവുമായിട്ട് സമ്മതിച്ചിട്ടാണ്, കർത്താവിനോട് നന്ദി പറഞ്ഞാണ്, പ്രാർത്ഥിച്ചാണ് ഈ പിതാവ് ചെയ്യുന്നത്. ഇത് കണ്ട് ശീലിച്ച കുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ ശക്തമായിട്ടുള്ള ബോധ്യമാണ്, കർത്താവിനെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ കർത്താവ് കൂടി ഇരുന്ന് അവൻ ചെയ്യുമ്പോൾ അതെല്ലാം വിജയിക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ അവനത് ഒരു ജീവിതത്തിലെ അവന്റെ ഒരു ശീലമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, യോസേഫിനോടുകൂടെ ദൈവം ഇരുന്നു, അത് പോത്തിഫറിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ചെയ്തത് വിജയിക്കുന്നത് കാണാനായിട്ട് യജമാനൻ ഇടയായി. നമ്മുടെ മക്കള്, നമ്മുടെ സഭകളിലും ഇതുപോലെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള നീതിബോധമുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. സാധാരണ ആളുകൾ അശ്രദ്ധമായിട്ട് വിടുന്ന ഒരു ചെറിയൊരു കാര്യം, അതിൽ പോലും തൻ്റെ കോൺഷ്യൻസ്, ദൈവം ഇത് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് മുതിർന്നവരോട് ചോദിച്ച് തീരുമാനമെടുക്കുന്ന മക്കൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ മക്കളോട് നാം പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കുന്നതും വിശുദ്ധിയിൽ നടക്കുന്നതുമാണ് എന്നുള്ളതാണ്. ലോകം അവരെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു, ദൈവം, ആത്മീയത, ഇതൊക്കെ സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്നാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ തക്കവിധം നമ്മുടെ മക്കളുടെ കൂടെ നാം അവരോടൊപ്പം നടന്ന് അവരെ ശ്രദ്ധിക്കണം. അല്ലാതെ നാം അത് സൺഡേ സ്കൂളിനും മറ്റു ചിലർക്കും മാത്രം മൂപ്പനെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് തീർച്ചയായിട്ടും വിജയിക്കില്ല. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങള് മൂത്ത കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് എനിക്കൊന്ന് ചൊവ്വാഗ്രഹത്തെ കാണാനുള്ള ഒരു സാഹചര്യമുള്ളൊരു രാത്രിയാണ്. അപ്പൊ കുട്ടി പറഞ്ഞു എനിക്ക് പോയി കാണണം. അപ്പൊ രാത്രി മുഴുവൻ കാണാം.
അപ്പൊ മോളോട് പറഞ്ഞില്ല, ഇപ്പൊ പോകണ്ട, നമുക്ക് പ്രാർത്ഥിക്കണം, മോൾക്ക് പഠിക്കാനുള്ളത് പഠിക്കണം, ചില ജോലികൾ വീട്ടിൽ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊവ്വ കാണാൻ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും എന്ന് പറയും. അവസാനം കുട്ടിയെ സമ്മതിച്ചു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോയി കണ്ടപ്പോൾ കുട്ടി തന്നെ പറഞ്ഞു, ശരിയാ അപ്പേ, ഈ കാര്യം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിനെന്ന് അവിടെ ആ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു. പറഞ്ഞത്, നമുക്ക് ഓരോ അവസരങ്ങളും വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ മക്കള്, അവർക്ക് വലിയ പ്രലോഭനം ഉണ്ടാവാൻ സാധ്യതയുള്ള, ഈ തലമുറയെ വലിയ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, വലിയൊരു വെല്ലുവിളിയാണ് സാമ്പത്തികമായിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ പഠിപ്പിക്കണം. നമുക്ക് കേട്ടിട്ടുള്ള ഒരു ഇലസ്ട്രേഷനാണ്, വിൻസ്റ്റൺ ചർച്ചില് BBC-യിലെ ഒരു പ്രഭാഷണം നടത്താനായിട്ട് ഒരു ടാക്സി എടുത്ത് പോയി. ടാക്സി എടുത്ത് അവിടെ ചെന്ന് ആ ടാക്സിക്കാരനോട് പറഞ്ഞു, 40 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തായാലും സാധിക്കില്ല എന്ന് പറഞ്ഞു. വിൻസ്റ്റൺ ചർച്ചിൽ UK-യുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താനായിട്ട് BBC വിളിച്ചിട്ട് അവിടെ പോയതാണ്. അപ്പോ എന്താണ് വെയിറ്റ് ചെയ്യാനായിട്ട് പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിൻസ്റ്റൺ ചർച്ചിലിന് ഒരു പ്രഭാഷണം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റൂ എന്ന് പറഞ്ഞു. സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇത് കേട്ടിട്ട് അദ്ദേഹം ചോദിച്ച വണ്ടിക്കൂലിയോടൊപ്പം ഒരു, പല കഥകളിൽ പല നിലയിലാണ് 10 പൗണ്ട് എക്സ്ട്രാ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ 10 പൗണ്ട് എക്സ്ട്രാ കൊടുത്തപ്പം ഈ വണ്ടിക്കാരൻ പറഞ്ഞു, സാറേ 40 മിനിറ്റ് അല്ല, 1 മണിക്കൂർ അതിൽ കൂടുതൽ ഞാൻ അവിടെ നിന്നോളാം, വിൻസ്റ്റൺ ചർച്ചിൽ പോയി തോലയട്ടെ സാറേ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അത് ഈ പണത്തിന്റെ വലിയ ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തിലെ മൂല്യങ്ങൾ പണത്തിന് മുമ്പിൽ എത്ര പെട്ടെന്ന് മാറുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചു അതൊരു കഥയായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികളോട് ചിലപ്പോൾ അവരുടെ പ്രായം അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് അവരുടെ ശക്തിയായിട്ട് അവരുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കും. ക്രിസ്തുവിനെ ഒരുമിച്ച് സ്നേഹിക്കുന്ന ഒരു കൂട്ടം, അങ്ങനെ നമ്മുടെ സഭ മാറാൻ സാധിക്കണം. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു മെന്റർ, ഒരു സീനിയർ, ഒരാളെങ്കിലും നമുക്ക് ഈ കുട്ടികളുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. പോകുന്നതിന് മുൻപ് തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം, എന്തിനെക്കുറിച്ചും, ലൈംഗികതയെക്കുറിച്ചോ ലോകത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിജയത്തിനെക്കുറിച്ചോ, എന്താണ് വിജയം പരാജയം, അല്ലെങ്കിൽ ജോലിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നത് സംബന്ധിച്ച് ഏത് കാര്യത്തെക്കുറിച്ച് അവർ ചോദിക്കട്ടെ, അത് നമുക്ക് കേൾക്കാം. അതിന് ഉത്തരമുണ്ട് എന്നുള്ളത് നമ്മൾ ധൈര്യമായിട്ട് അവരോട് പറയുക. പിതാവിന് പറയാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുക. അത് വലിയ മാറ്റമുണ്ടാവും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, താഴ്മയുള്ള മൂപ്പന്മാര്, പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്ന ചുറ്റുമുള്ള സഭാ നേതാക്കന്മാർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവും. നമ്മള് കുട്ടികളുടെ കൂടെ ഇരുന്ന് ശ്രദ്ധയോടുകൂടെ സൺഡേ ഞായറാഴ്ച ഇരിക്കുമ്പോൾ നോട്ട്സ് എഴുതിയെടുക്കാനും പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി ധ്യാനിച്ചിരുത്താനും ഒക്കെ ശീലിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള പിതാക്കന്മാർക്ക് അവരുടെ മക്കള് പാട്ടെഴുത്തുകാരായിട്ടുണ്ട്, നല്ല പ്രസംഗകാരായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ പോകുന്നതിന് മുമ്പ് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ്. കർത്താവെ, അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടണം, അവർക്ക് ഉണർവ് കൊടുക്കണം, ദൈവത്തിന്റെ വനത്തോട് അവർക്കൊരു ദാഹം കൊടുക്കണം. കർത്താവെ, ഈ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ വിശ്വാസത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കള് അവർക്ക് ഈ ഭൂമിയിലെ നേട്ടത്തെക്കാളും എല്ലാ നന്മകളെക്കാളും അവർ പറയും, 73-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, ഇനി അവര് ഈ വിദേശ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് പിന്നെയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവരെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചില സഭയെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇനി സഭയില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നാൽ എങ്ങനെ അവരെ സഹായിക്കണം എന്ന് നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ പ്രതിസന്ധികളിൽ നമുക്ക് അവരെ താങ്ങാൻ സാധിക്കണം, അവരെ വിളിക്കാൻ സാധിക്കണം. പലപ്പോഴും കുറെ ഈ ചെല്ലുന്ന ഉടനെ നമ്മൾ ഡെയിലി വിളിക്കാൻ സാധിച്ചാൽ അത് ഒരു നല്ലൊരു തുടക്കമായിരിക്കും. ഇപ്പം കേരളത്തിന് പുറത്ത്
അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്ന എത്രയോ മക്കളെ മാതാപിതാക്കൾ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ശീലമാക്കണം. അവർക്ക് നിരാശയും തളർച്ചയും പോരാട്ടങ്ങളും അവർക്ക് പ്രലോഭനങ്ങളും പരീക്ഷകളും ഒക്കെ വരുമ്പോൾ അവോളം നമ്മളെ പിന്തുണ കൊടുക്കണം. നമുക്ക് ചില മെന്റേഴ്സിനെ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ചില ഓൺലൈൻ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നു, ക്ഷമിക്കണം. ഏകദേശം ഒരു 25ഓളം വർഷം ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സഹോദരൻ ആയിട്ട് സംസാരിച്ചു. 20 വർഷം 15 വർഷമൊക്കെ ഉള്ള പല സഹോദരങ്ങളായിട്ട് സംസാരിച്ചു. ഒരുപാട് നല്ല കാര്യങ്ങൾ അവരവിടെ പറഞ്ഞെങ്കിലും അവർക്ക് നമ്മൾ അവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണല്ലോ. അപ്പൊ അവർ പറഞ്ഞ ചില പ്രയാസങ്ങളെ മാത്രമാണ് ഞാൻ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അവർ പറയായിരുന്നു, നാട്ടിലായിരുന്നപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഞായറാഴ്ച ഞാനൊരു പൊതുസ്ഥലത്ത് നിന്നിരുന്നു. ഞാൻ എപ്പോഴും പുൾപിറ്റിൽ നിന്നിരുന്നു. ഞായറാഴ്ച എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ ഞാൻ ഈ വിദേശ രാജ്യത്ത് എത്തിയപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ സംസ്കാരത്തിന്റെ, എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗം എന്നുള്ളതിനേക്കാൾ ഇത് വ്യക്തിപരമായി സ്വകാര്യമായി ഞാനത് ആരോടും വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മുറിക്കുള്ളിലാണ് എൻ്റെ കൂട്ടായ്മ. എനിക്കവിടെ ഏകാന്തതയുണ്ട്. ഞാൻ ആരാണ് എന്ന് ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കുന്നു. കുട്ടിക്കാലത്തെ പാട്ട്, അതുപോലെ തന്നെ ഓർമ്മകൾ, ആ മലയാള സംസ്കാരം, അതെല്ലാം മാറി. എൻ്റെ മക്കൾ വന്നപ്പോഴേക്ക് അത് വളരെ മാറി. ഇംഗ്ലീഷ് സ്കൂളായി, സെക്യുലർ രീതിയായി. മക്കളുടെ ഭാഷ അത് വ്യത്യസ്തമാണ്. അവർ ഇംഗ്ലീഷ് സ്കൂളുകളിലാണ് പോകുന്നത്. അപ്പൊ ഈ പിതാവിന് ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ടല്ല, മക്കൾ പറയുന്ന ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മക്കൾക്ക് ഈ വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നിലയിൽ ആ സത്യങ്ങൾ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മക്കളുമായി സംവദിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ അദ്ദേഹം അത്രത്തോളം വിശദീകരിക്കാൻ പ്രാവീണ്യമില്ലാത്ത നിലയിൽ മാറി. വീണ്ടും പറയുകയാണ്, നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് റേഡിയോ പ്രഭാഷണങ്ങളും കൊയറ്റവും കൂട്ടുകാരുടെ വിളിയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഇവിടെ അതുണ്ട് വിദേശ രാജ്യത്ത്, പക്ഷെ എനിക്കത് കേൾക്കാൻ സമയമില്ല. 137 സങ്കീർത്തനത്തില് ബാബേൽ നദീതീരത്ത് പ്രവാസികൾ കരയും പോലെ ഞാൻ കരയാറുണ്ട്. എനിക്ക് ചില ഗുണമുണ്ടായി. കാറിനുള്ളിൽ പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു, ലിഫ്റ്റിനുള്ളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു, ട്രെയിനിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു, ബാത്റൂമിൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ഞാൻ പഠിച്ചു. എൻ്റെ പരീക്ഷത്വം മാറി. എൻ്റെ മക്കൾ മലയാള സംസ്കാരമുള്ള ചില സഭകളിൽ വന്നപ്പോൾ അവരോട് ചില വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ മക്കൾക്ക് അത് വലിയ പ്രയാസമായി. അങ്ങനെ അവരൊരു ഇംഗ്ലീഷ് ചർച്ചിലേക്ക് മാറി. ഞാനും ആ സഭയിലേക്ക് പോയി. പരിചയമില്ലാത്ത സംസ്കാരവും ശൈലിയും കാഴ്ചപ്പാടുകളും എല്ലാം വ്യത്യാസം, രീതികളെല്ലാം വ്യത്യാസം. ആൾക്കൂട്ടത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ ആ സഭയിൽ കൂടി. അവിടെ എനിക്ക് അംഗീകാരവും സ്വീകാര്യതയും ഇല്ല. ഒടുവിൽ എൻ്റെ മക്കളും ഞാനും 2 സഭകളിലായി. പല ആളുകൾ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഏകോപിപ്പിച്ചതാണ്. എല്ലാവരും നമ്മുടെ സഭകളിലുള്ള ആളുകളാണെന്ന് വിചാരിക്കരുത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന ധാരാളം പേരുണ്ട്. അതൊരു വലിയ സാധ്യതയാണ്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ആദ്യകാലത്ത് എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. ഞായറാഴ്ചകൾ എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നു. PR കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റേഷൻ എല്ലാം ശരിയാവാത്ത അവസരങ്ങളിൽ ഞാൻ ധാരാളം ചൂഷണം അനുഭവിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വലിയ പ്രയാസത്തിലായിരുന്നു. എനിക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. വാടക എന്ന് പറയുന്നത് വളരെ കൂടിയതാണ്. അപ്പോൾ ഞാൻ ആദ്യകാലത്ത് താമസിച്ച സ്ഥലങ്ങളിലെ പ്രലോഭനങ്ങളുമൊക്കെ വളരെ വളരെ പ്രയാസമുള്ളതായിരുന്നു. എനിക്ക് സമയം വേണ്ടതുപോലെ ഇവിടെ കിട്ടുന്നില്ല. നാട്ടിൽ ഇഷ്ടം പോലെ സമയമായിരുന്നു. എനിക്ക് ധാരാളം ദുഃഖങ്ങളുണ്ട്, പങ്കുവെക്കാൻ ആരുമില്ല. നാട്ടിൽ വെച്ച് എൻ്റെ വീട്ടുകാർ വരുമായിരുന്നു. ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എന്നെ സന്ദർശിക്കാൻ ആളുകൾ വരുമായിരുന്നു. എൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നു, ഫോൺ വിളിക്കാൻ ആളുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സമയമില്ല. അമ്മ മരിച്ചപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചില്ല. 14 മണിക്കൂറിൽ ആശുപത്രിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഡോക്ടറെ കാണാൻ സാധിച്ചത്. ആരും കൂടെ ഉണ്ടായില്ല. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ ദുഃഖം കൂടി പലപ്പോൾ അത് വിഷാദമായിട്ട് മാറാറുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നിപ്പോ നാട്ടിലും ഈ പ്രലോഭനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയുണ്ട് സ്പായും, ഇവിടെയുണ്ട് മസാജ് പാർലറും എല്ലാം. അദ്ദേഹം പറയാണ്, ഈ വിദേശ രാജ്യത്ത് ആരും ചോദിക്കില്ല, സ്വാതന്ത്ര്യമുണ്ട്, ആരും ഒന്നിലും ഇടപെടില്ല. വ്യക്തിക്കാണ് സ്വാധീനം, വ്യക്തിക്കാണ് പ്രാധാന്യം. ആരും നോക്കില്ല, ആരും ചോദിക്കില്ല, ആരും കാണില്ല. ഇതേ സാധ്യതകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എങ്കിലും
നമ്മുടെ നാട്ടിലെ ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ ആളുകളെ പേടിക്കും, അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായാലും നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ഭയം ആളുകൾക്കുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാണ്, ജോഗ്രഫി അല്ല കാര്യം, വിശ്വസ്തതയാണ് കാര്യം. നിങ്ങൾ ഏത് ദേശത്ത്, ഏത് രാജ്യത്ത് ആയാലും കർത്താവിൽ വേരൂന്നി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവനിൽ വേരൂന്നി, കൊലോസ്യർ 2:7 നാം വായിക്കുന്നു. എന്താണ് ഇതിന് പരിഹാരം എന്ന് നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥന എന്ന് പറയുന്നത് വേറെ ഏത് സ്ട്രാറ്റജിയും അതിന് പകരമാവില്ല എന്നുള്ളത് നമുക്കറിയാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭേദാഭേദങ്ങളെ വിവേചിച്ച് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മുടെ വിദേശത്തുള്ള പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഏകാന്തത വലിയ പ്രശ്നമാണ്. ഏകാന്തതയിൽ അവർക്ക് കിട്ടുന്ന കൂട്ടുകാർ ദൈവത്തെ സ്നേഹിക്കുന്നവരാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിവാഹം കഴിക്കാത്തവര് ക്രിസ്തീയ ഒരു വിശ്വാസിയെ വിവാഹം കഴിക്കാൻ, അവർ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ, കർത്താവിന് അവര് സാക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനം, നമുക്ക് അവരെ വിളിക്കാൻ സാധിക്കണം. അവർക്ക് ചില മെന്റേഴ്സ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ മിഷണറിമാരെ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിന് പോയവരെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സഭയിൽ നിന്ന് പോയ, വിദേശത്ത് ഇപ്പോൾ ഉള്ള പല സഹോദരന്മാരും പറഞ്ഞൊരു കാര്യമാണ്, ഏത് സഭയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുവോ ആ സഭയിലുള്ളവര് ഈ വിദേശത്തേക്ക് പോയവരെ വിളിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ വിളിക്കുമ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. അവരെ വിളിക്കണം, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം. പോയാലും അവര് നമ്മുടെ ആളുകളാണെന്ന് ഓർക്കണം. അവർ മടങ്ങി നാട്ടിൽ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നോർത്ത് അമേരിക്കയിലൊക്കെ ഉള്ള കുറേയധികം, വയനാട് മുതല് തിരുവനന്തപുരത്ത് നിന്ന് വരെയുള്ള സഹോദരന്മാര് പോയവര്, അവര് ശനിയാഴ്ചകളിലാണെന്ന് തോന്നുന്നു ഒരു വാട്സപ്പ് അവരുടെ മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാകുവാനിടയാവട്ടെ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതായ ഒരു സന്തോഷവും അവർക്ക് കിട്ടുന്ന ഒരു ധൈര്യവും എത്ര വലുതാണ്. ഞാൻ ഇതിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഭയിൽ പെട്ടതല്ല, മറ്റൊരു സഹോദരൻ പറയുമായിരുന്നു, അവിടെ അദ്ദേഹം കുറെ വർഷങ്ങളായിട്ടുണ്ട്. അത് പറഞ്ഞ ഏറ്റവും പ്രയാസപ്പെടുന്ന കാര്യം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ജീസസ് കിഡ്സിനെ ഒരു ചലഞ്ചായിട്ട് അത് ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. അപ്പം ആ സഹോദരൻ പറയുകയാണ്, അവിടെയുള്ള അനേക സഭകളിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുക, ഇഷ്ടംപോലെ കുട്ടികളെ തരാം, നിങ്ങൾ അതിന് ഫീസ് വെക്കുക. അവരെ കുട്ടികളെ അവർക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരെ എക്വിപ്പ് ചെയ്യാൻ. അതായത് ഇവിടുന്ന് വിദേശത്തേക്ക് പോയ UK ഉള്ള ഒരാളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വേറെ പല സ്ഥലത്തുള്ള ഒരുപാട് ആളെ അദ്ദേഹത്തിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത തലമുറയെ ഈ പാരൻസിന് വേണ്ടതിൽ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. അവരിലേക്ക് ഈ സത്യങ്ങൾ എത്തിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇന്നിപ്പോൾ 60 വയസ്സുണ്ട്. അദ്ദേഹം വളരെ വൈകി വിവാഹം കഴിച്ച് 6ാം ക്ലാസ്സിലാണ് അദ്ദേഹത്തിന്റെ ഏക കുട്ടി, മകള് പഠിക്കുന്നത്. ഒരു ചെറിയ ജോലിയാണ് ഭാര്യയും ഭർത്താവും ചെയ്യുന്നത്. എന്താണ് കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു, UK വളരെ ഇന്റീരിയർ ആയിട്ടുള്ള വളരെ ഉൾപ്രദേശത്താണ് താമസിക്കുന്നത്. എന്നിട്ട് ചെറിയ ജോലി ചെയ്യുന്നു, മറ്റൊന്നുമില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കണം. മാറി മാറി അവർ നിൽക്കുകയാണ്. ഒരാൾ ജോലി ചെയ്യുമ്പോൾ അടുത്ത ആൾ കുട്ടിയുടെ ഒപ്പം ഉണ്ട്. കുട്ടിയെ കൊണ്ടുവരുന്നു, വീട്ടിൽ നിൽക്കുന്നു. അദ്ദേഹം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതാണ്. നമ്മുടെ പല സഹോദരങ്ങൾക്കും അത് പറ്റുന്നില്ല. ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു ആശയം, അത് കുറച്ച് പ്രയാസമായിരിക്കും. രണ്ടുപേരും കൂടെ ജോലി ചെയ്താലേ ചിലപ്പോൾ അവിടെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇച്ചിരി സൗകര്യം കുറച്ച് അങ്ങനെ അമ്മ ഹോം സ്കൂളിങ്ങിന് വേണ്ടി, ഒരാൾ ഹോം സ്കൂളിങ്ങിന് വേണ്ടി വീട്ടിൽ നിന്നാൽ ആ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു സംശയമില്ല. ലോകത്തിലെ ആൾ പറയും അവിടെ വിദ്യാഭ്യാസം ഫ്രീ അല്ലേ, സായിപ്പിന് ഇംഗ്ലീഷ് പറയാനായിട്ട് അവരെ സ്കൂളിൽ വിട്, വലിയ ജോലി കിട്ടട്ടെ. പക്ഷെ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജീസസ് കിഡ്സിന്റെ ഹെൽപ്പ്, അവിടുത്തെ സൺഡേ സ്കൂൾ സഫിഷ്യന്റ് അല്ല എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണത്. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പയ്ക്ക് എല്ലാം അറിയാം. എൻ്റെ അപ്പയ്ക്ക് പുസ്തകങ്ങളെല്ലാം അറിയാം. അപ്പോൾ എല്ലാം പഠിപ്പിക്കാൻ അറിയാം, വീട്ടിലെ ജോലി ചെയ്യാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയാം. ഇത് കാണുന്ന മക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് വളരെ സ്വാധീനിക്കാൻ സാധിക്കും. ഈ ഹോം സ്കൂളിങ്ങുള്ള ചെയ്യുന്ന ഒരു കുട്ടീനെ കൊണ്ട്
ഗ്രാൻഡ് മദർ ആ കുട്ടീനെ ഞാൻ നടക്കാൻ കൊണ്ടുപോയപ്പോൾ ആ കുട്ടി വഴി റോഡിന്റെ സൈഡിലുള്ള ഒരു 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 ചെടിയുടെ ഒരു ഇല പറിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അത് പറിക്കരുത് മോളെ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞില്ല, പറിക്കുന്നതിന് കുഴപ്പമില്ല. എന്താ കാരണം? എൻ്റെ അമ്മ അത് പറിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. അപ്പൊ എത്ര വലിയ സ്വാധീനമാണ് ഈ സ്വാധീനം! ഈ പിതാവിനും മാതാവിനും ഉണ്ടാകുന്ന ഹോം സ്കൂളിംഗ് കൂടെ ലഭിക്കുന്ന ആ സ്വാധീനം മുഴുവൻ ഇല്ലാണ്ടായി പോവുകയാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ. എന്ത് ഈ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, ഈ നമുക്കറിയാലോ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ നമ്മുടെ സെക്സ്, ഞാൻ ഏത് മെയിൽ ഫീമെയിൽ, എൻ്റെ സ്വാതന്ത്ര്യമാണത് എന്ന് ഉള്ള ആ ഒരു ചിന്താഗതി ചെറിയ സ്കൂൾ ക്ലാസ്സുകളിൽ പോലും വന്നിരിക്കുന്നു. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ UK ഉള്ള ഒരു വിശ്വാസി, അധ്യാപകനായിട്ടുള്ള ആ വിശ്വാസി ക്ലാസ്സിലെ പെൺകുട്ടികളോട് ഒരു കാര്യം നന്നായി ചെയ്തപ്പോൾ വെൽ ഡൺ ഗേൾസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, കംപ്ലൈന്റ് ചെയ്തു, ഞാൻ പെൺകുട്ടിയായിട്ട് ഞാൻ ആൺകുട്ടിയായിട്ടാണ് ഞാൻ എന്നെ അസ്യൂം ചെയ്യുന്നത്. അതിന് പേരിൽ അധ്യാപകന് അവിടുന്ന് പോകേണ്ടി വന്നു. പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തെല്ലാം തരത്തിലുള്ള വഷളത്തങ്ങളാണ് അവിടെ നടക്കുന്നത്. സൺഡേസ്, ഞായറാഴ്ചകളെ സംബന്ധിച്ച് കോംപ്രമൈസ് ചെയ്യുന്ന പലർക്കും ലോൺ അടയ്ക്കാനും പല ആവശ്യങ്ങൾക്ക് പണം വേണം ആയിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞായറാഴ്ച ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പേ ഡബിൾ ആണ്. അപ്പൊ കൂട്ടുകാർ ചോദിക്കും, നീ എന്താണ് ഇരട്ടി കാശ് കിട്ടുമായിട്ട് ഞായറാഴ്ച നീ ഇങ്ങനെ ജോലിക്ക് വരാത്തത്? അപ്പോൾ അവന്റെ കാരണം പറഞ്ഞു, ഞായറാഴ്ചയിൽ ഞാൻ വിട്ടുവീഴ്ചയില്ല. അപ്പൊ അത് വലിയൊരു സാക്ഷ്യമായി. അപ്പൊ ഇത്രയും വലിയ കാര്യം എന്താണ് ഈ ഞായറാഴ്ച നടക്കുന്നതെന്ന് അറിയാൻ ഒരു സ്നേഹിതൻ അങ്ങനെ കൂടെ ചർച്ചിൽ വന്നൊരു സംഭവം ഒരാൾ പറയുകയായിരുന്നു. അപ്പൊ അവിടെയും നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഏകാന്തത എന്നുള്ളതാണ്. ആ ഏകാന്തതയ്ക്ക് നമ്മളെപ്പോലുള്ള ആളുള്ളവരെ വിളിക്കണം, അവർക്ക് നല്ല മെന്റേഴ്സ് ആയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷേ കിട്ടുന്ന ആ കൂട്ട് അത് അപകടം പിടിച്ചതായിരിക്കാം. പ്രിയപ്പെട്ടവർ, എന്താണ് പറഞ്ഞത്? എവിടെയും ജീവിക്കാം, എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. പണം, സുഖം മാത്രം മതിയോ? അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള സുരക്ഷിതമായ സ്ഥലം മാത്രം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവര്, അത് നമ്മൾ വെറും പക്ഷിയെ പോലെയാവും. നമ്മൾ മനുഷ്യരാണ്. നാം ചേക്കേറുന്നത് എന്തിനായിരിക്കണം? കൂടുതൽ നല്ല സ്ഥലത്തേക്ക് നാം പോകുമ്പോൾ നാം ഓർക്കണം, എത്രയോ ബൈബിൾ കഥാപാത്രങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അവർ പോയി അവിടെ അധ്വാനിച്ചു, ആ ഭാഷ പഠിച്ചു, ആ രാജ്യത്തിന് അവർ സേവനം ചെയ്തു, അവർ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചു. പക്ഷെ അവരുടെ ഐഡന്റിറ്റി തെറ്റാതെ അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അവരുടെ വിശുദ്ധി അവരെ കാത്തു സൂക്ഷിച്ചു. ആ ദേശത്തോട് അകന്നു നിന്നില്ല, എന്നാൽ അതിൽ ലയിച്ചു പോയില്ല. എന്നാൽ അവരുടെ വിശ്വസ്തതയെ അവർ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല വിശ്വാസികളും തെളിയിച്ച് ദൈവത്തിന്റെ നാമത്തിന് അവർക്ക് മഹത്വം കൊടുക്കാൻ സാധിച്ചു. നമുക്കതിന് സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ മക്കളെ നന്നായിട്ട് ഒരുക്കാം. കേവലം അറിവ് എന്നുള്ളതിനേക്കാളും കർത്താവിനെ ആസ്വദിക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെ ഈ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മാതാപിതാക്കളും സഭയിലെ സീനിയേഴ്സുമായിട്ട് നമുക്ക് നിൽക്കാം. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല കൂട്ടുകാരാകാം, വിളിക്കാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് ഇന്ന് ലഭിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും നമുക്ക് അർപ്പിക്കാം. ഈ കാലഘട്ടത്തില് ഏറ്റവും പ്രയോജനകരമായ, ഉപകാരപ്രദമായ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സഹോദരൻ അവതരിപ്പിച്ചത്. പ്രത്യേകാൽ നമ്മുടെ യൂത്ത്, നമ്മുടെ കുട്ടികൾ, ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഇന്ന് വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നവരും ഈ സന്ദേശം കേട്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനേ കഴിയും. ഇന്ന് ലോകം ഏറ്റവും അതിൻ്റെ വഷളത്വത്തിന്റെ ഏറ്റവും മൂർധന്യ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ദൈവത്തെ അവഗണിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്. ആ മക്കളെ എത്രമാത്രം ലോകം സ്വാധീനിക്കും എന്നുള്ളത് ഈ സന്ദേശത്തിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. സഹോദരനോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. നാം പറഞ്ഞതിന്റെ പ്രധാന കാരണം നാം എവിടെ താമസിക്കുന്നു, എവിടെ പോകുന്നു എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കർത്താവിന് എന്ത് പ്രയോജനം ഉണ്ടാകും, നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം ഉന്നതി പ്രാവർത്തിക്കുന്നു,
അത് എത്രമാത്രം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മക്കളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വിദേശത്ത് പോകാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന ഒരു ചിന്തയാണ് പൊതുവെ മക്കൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ അറിവില്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവർ ഡിഗ്രി എടുക്കുന്നത്. ആ രീതിയിൽ എയിം ചെയ്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എവിടെ പോയാലും അത് കുഴപ്പമില്ല എന്ന് സഹോദരൻ പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ കർത്താവിന് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മുടെ മക്കളെ അതിന് വേണ്ടതായ സാഹചര്യത്തിലൂടെ പോകുവാൻ തക്കവണ്ണം നമുക്ക് അവരെ ഒരുക്കാം, അവരെ നമുക്ക് ഉപദേശിക്കാം, അവരെ പഠിപ്പിക്കാം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആഴമായ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ തക്കവണ്ണം അതിന് നമുക്ക് സാധിക്കട്ടെ. മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ, സുഹൃത്തുക്കൾക്ക് സാധിക്കട്ടെ, സഭാ നേതൃത്വത്തിന് സാധിക്കട്ടെ. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. സഹോദരനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു.